JV മിഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ് ബയോളജിയിലെ പുതിയ ഒരു ചാപ്റ്റർ ആരംഭിക്കാൻ നമ്മൾ 4 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ആ 4 ചാപ്റ്റേഴ്സിൽ 3 ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സാം നമ്മൾ നടത്തുകയുണ്ടായി. ഏതാണ്ട് എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതി എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. പക്ഷേ എങ്കിൽ പോലും ചൂണ്ടിക്കാണിക്കേണ്ടതായ ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. 1-2 വാക്കുകൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് പുതിയ ചാപ്റ്ററിനകത്തേക്ക് പ്രവേശിക്കാം. ഒന്ന്, കുട്ടികളും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹാൻഡ് റൈറ്റിങ്ങിന്റെ കാര്യമാണ്. ഹാൻഡ് റൈറ്റിംഗ് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 10ാം ക്ലാസ്സുകാരനാണ് എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള ഹാൻഡ് റൈറ്റിങ്ങുള്ള ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. 10ാം ക്ലാസ്സുകാരനല്ലേ, തെറ്റ് വരിക എന്നതിനേക്കാൾ കാണുമ്പോൾ തന്നെ ഇംപ്രഷൻ നഷ്ടമാകുന്ന രീതിയിലുള്ള ഒരു എക്സാം എഴുതുന്ന രീതി ശരിയായി അനുവർത്തിക്കാത്ത ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് റെഡിയാക്കുക എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത് എഴുതുക തന്നെയാണ്. കോപ്പി എഴുതുക ചെറിയ ക്ലാസ്സിൽ മുതൽ നമ്മൾ തുടങ്ങേണ്ടതായിരുന്നു. പക്ഷെ ഇനിയെങ്കിലും നമ്മൾ ഇത് കഴിഞ്ഞാൽ +1ലേക്കാണ് പോകാനുള്ളത്. +1ൽ നമ്മൾ ഇതേ ഹാൻഡ് റൈറ്റിംഗുമായിട്ട് +1ലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മളൊരു അപമാനകരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും കോപ്പി വാങ്ങി ദിവസവും ഒരു പേജെങ്കിലും എഴുതി സമയമെടുത്ത് എഴുതി അവനവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമായ നടപടികൾ എല്ലാവരും ചെയ്യണം. രക്ഷിതാക്കൾ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ പരീക്ഷ എഴുതുന്ന സമയത്ത് മാർജിൻ ഇടുന്ന കാര്യത്തിലാണെങ്കിലും വെട്ടുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു ശ്രദ്ധ വേണ്ടതുണ്ട്. എങ്കിൽ കൂടി നമ്മൾ നേരിട്ടുള്ള ഒരു ക്ലാസ് അല്ലാതിരുന്നിട്ട് കൂടി തീർച്ചയായിട്ടും ഒരുപാട് പേര് വളരെ നന്നായിട്ട് എക്സാമിനോട് റെസ്പോണ്ട് ചെയ്തു എന്ന് പറയാതെ വയ്യ. അത് അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. ആരും പ്രാക്ടീസ് നടത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 5ാമത്തെ പാഠത്തിലേക്കാണ് പോകുന്നത്. സോൾജേഴ്സ് ഓഫ് ഡിഫൻസ്, പ്രതിരോധത്തിന്റെ കാവലാളുകൾ. ഇതാണ് 5ാമത്തെ പാഠഭാഗത്തിന്റെ പേര്. 4ാമത്തെ പാഠത്തിന് തുടർച്ചയാണ്. 4ാമത്തെ പാഠത്തിൽ നമ്മൾ ഒരുപാട് രോഗങ്ങളെ കുറിച്ചാണ്, ഡിസീസസ് അതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അത്തരം ഡിസീസസ് വരാതിരിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്കിപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് 2 പാൻഡമിക് ഡിസീസസ് അല്ലെ, 2 വളരെ പേടിപ്പെടുത്തുന്ന 2 രോഗങ്ങളാൽ നമ്മൾ വളരെയേറെ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്ന 2 കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നിപ്പ എന്ന മഹാമാരി നമ്മളെ തേടിയെത്തുകയുണ്ടായി. നമ്മൾ ഒരുപാട് പേടിച്ചുവെങ്കിലും നമുക്ക് വല്ലാതെ സ്പ്രെഡ് ചെയ്യാതെ ഒരുപാട് പേരുടെ മരണത്തിലേക്ക് നയിക്കാതെ ആ രോഗത്തെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിച്ചു. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് പറഞ്ഞു. ഈ വർഷം ഇതാ നമ്മൾ ഇപ്പോഴും COVID-19 എന്ന രോഗത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ്. വാക്സിൻ വിജയകരമാകുമെന്ന് വിശ്വസിക്കാൻ നമുക്ക്. പക്ഷെ ഈ 2 സമയത്ത് നമ്മൾ കാണുന്ന ചില കോമൺ ആയിട്ടുള്ള നമ്മുടെ ജീവിത രീതിയിലും ഒക്കെ വന്നിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു മാറ്റം അതെന്താണത്? യെസ്, യൂസ് ഓഫ് മാസ്ക്. നമുക്കറിയാം, പാൻഡമിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകും, നമ്മളൊക്കെ പുറത്തിറങ്ങുന്ന സമയം നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാസ്ക് ഉപയോഗിക്കുന്നു. പണ്ടുള്ള പണ്ട് മീൻസ് അങ്ങനെയല്ല, നേരത്തെയും ആളുകൾ മാസ്ക് ഉപയോഗിക്കുന്ന ചില അപൂർവം ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത്ര മാസ്ക് ഉപയോഗിച്ച് അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് അവരോട് അല്പമെങ്കിലും പുച്ഛം തോന്നിയിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ പക്ഷെ എല്ലാവർക്കും അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. കോവിഡിനോടൊത്ത് ജീവിക്കേണ്ടി വരും എന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാസ്ക് നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. എന്താണ് മാസ്ക് ധരിക്കുമ്പോൾ നമുക്കുള്ള നേട്ടങ്ങൾ? കോവിഡും നിപ്പയൊക്കെ വിട്ട് അല്ലാത്ത കേസിൽ തന്നെ മാസ്ക് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തതുപോലെ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ അവർ ബോഡി ഫ്രം ദ പാത്തജൻസ്. രോഗാണുക്കൾ അകത്തേക്ക് വരാതിരിക്കുക, റെസ്പിറേറ്ററി എയറിലൂടെ. അപ്പൊ ഇതൊക്കെ വായുവിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ വായുവിലൂടെ ഈ രോഗാണുവിന്റെ പോസിബിലിറ്റി, നമ്മുടെ അകത്തേക്ക് വരാനുള്ള പോസിബിലിറ്റി മിനിമൈസ് ചെയ്യുന്നതിന് ഈ മാസ്ക് സഹായിക്കും. നമ്മൾ പറയുന്നുണ്ട് എല്ലാവരും മാസ്ക് ധരിക്കണം. 2 ആളുകൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് 2 ആൾ മാസ്ക് ഇല്ലാണ്ട് സംസാരിച്ചാൽ പോസിബിലിറ്റി ഓഫ് ഡിസീസ് വളരെ കൂടുതലാണ്. ഒരാൾ മാത്രമേ മാസ്ക് ധരിക്കുന്നുള്ളൂ എങ്കിൽ അതിന്റെ പോസിബിലിറ്റി അല്പം കുറയുന്നു, എങ്കിലും അവിടെ ഉണ്ട്, ഇസ് ദർ. 2 പേരും മാസ്ക് ധരിച്ചാൽ അതിന്റെ പോസിബിലിറ്റി ഓഫ് ദ ഡിസീസ്, പോസിബിലിറ്റി ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്, രോഗത്തിന്റെ വ്യാപന തോത് വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. പിന്നെ
കീപ്പിംഗ് സം ഡിസ്റ്റൻസ് ഇതുകൂടെ ആകുമ്പോഴേ. അപ്പോൾ മാസ്കിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അത് തന്നെയാണ്, രോഗാണുക്കൾ അകത്തേക്ക് കടത്താതിരിക്കുക. അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി രോഗങ്ങൾ അലർജി പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്, പൊടിപടലങ്ങളാണ്. അപ്പൊ ആ പൊടിപടലങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നതിന് എന്ത് സഹായിക്കുന്നത്, ഈ പറഞ്ഞ മാസ്ക് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ എന്താണ്, രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന ചില ആർട്ടിഫിഷ്യൽ മെത്തേഡ്, കൃത്രിമമായി നമ്മൾ ഉണ്ടാക്കിയെടുത്ത മെത്തേഡ്സ് ആണ് രോഗാണുക്കൾ അകത്തേക്ക് വരാതിരിക്കാനുള്ള ചില മുൻകരുതലുകളാണ്. ഇതുപോലെ ശരീരത്തിന് സ്വയം ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ ഉണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമ്മൾ ഉണ്ടാക്കി കൊടുത്ത മാസ്ക് പോലുള്ള മുൻകരുതലല്ലാതെ വേറെ ശരീരത്തിന് സ്വയമേവ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള മുൻകരുതലുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ഉണ്ട് എന്നാണ് ഉത്തരം. നമ്മുടെ ബോഡി ഡിഫൻസ് മെക്കാനിസത്തെ നമുക്ക് പൊതുവിൽ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ബോഡിയിലുള്ള ഡിഫൻസ് മെക്കാനിസംസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാവുന്ന. ഒന്ന് കവറിങ്സ് ആൻഡ് സെക്രീഷൻസ്, ആവരണങ്ങൾ, ശരീര ആവരണങ്ങളും സ്രവങ്ങളും, അവ ഉൽപ്പാദിക്കുന്ന സ്രവങ്ങൾ. ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, ശരീരദ്രവങ്ങൾ എന്ന് പറയുമ്പോൾ രക്തവും ലിംഫുമാണ്, ബ്ലഡ് ആൻഡ് ലിംഫ്. ഈ രീതി നമുക്ക് രണ്ടായിട്ട് ബോഡി ഡിഫൻസ് മെക്കാനിസംസിനെ സിംപ്ലി ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ഒന്ന് ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ്, ശരീരകലകളും സ്രവങ്ങളും. രണ്ട് ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ് ആൻഡ് ലിംഫ്, രക്തവും ടിഷ്യൂ ദ്രവവും പോലുള്ള ബോഡി ഫ്ലൂയിഡ്സ്. ഇങ്ങനെ രണ്ടായിട്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ രണ്ട് കാറ്റഗറിയിൽ ബോഡിക്കകത്തേക്ക് രോഗാണുക്കൾ വരാനുള്ള പോസിബിലിറ്റിയെ മിനിമൈസ് ചെയ്യാനുള്ള ബോഡിയുടെ സംവിധാനങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതിന് പുറമെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാസ്ക് പോലുള്ള ആവരണങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിന് പുറമെയാണ്. അപ്പൊ ബോഡി നാച്ചുറലി ഹാവ് ഇറ്റ്സ് ഓൺ ഡിഫൻസ് മെക്കാനിസംസ് എന്നാണ്. ബോഡിക്ക് സ്വാഭാവികമായും രോഗാണുക്കളെ അകത്തേക്ക് വരാതിരിക്കാൻ, രോഗാണുക്കളെ തടയാനുള്ള അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഓരോന്നായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഫസ്റ്റ് ബോഡി കവറിങ് ആൻഡ് സെക്രീഷൻസ്, ശരീര ആവരണങ്ങളും അതിന്റെ സ്രവങ്ങളും. നമുക്ക് ആ കാറ്റഗറി ഒന്ന് പരിശോധിക്കാം. അപ്പൊ ബോഡി കവറിങ്സ് എന്ന് പറയുമ്പോൾ, ശരീര ആവരണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ടാണ്. സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ, അല്ലെ? ത്വക്കും മ്യൂക്കസ് മെംബ്രെയിൻ, അത് രണ്ടുമാണ് പ്രധാനമായും ആവരണങ്ങൾ എന്ന് പറയുമ്പോൾ. ത്വക്ക് നമുക്കറിയാം, ത്വക്ക് വളരെ പ്രധാനപ്പെട്ട, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് തന്നെയാണ്. ഒരിക്കലും ഒരു മൈക്രോബിന് സ്വയമേവ ഒരു വൂണ്ട് ഫോം ചെയ്ത് തുളച്ചകത്തേക്ക് കയറാനാവില്ല എന്നാണ്. ഒരു ഹെൽത്തി സ്കിൻ ഉള്ള ഒരാളുടെ ആ ഹെൽത്തി സ്കിന്നിലൂടെ സ്വയം ഒരു മുറിവുണ്ടാക്കി ഒരു രോഗാണുവിന് അകത്തേക്ക് വരാനാവില്ല. അപ്പൊ മുറിവുണ്ടാവാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടിയിരിക്കും. അതാണ് ഈ വെറ്റിംഗ് കണ്ടീഷൻസ് ഒക്കെ ആ രൂപത്തിലാണ് വരുന്നത്. ഇപ്പൊ സ്കിൻ എപ്പോഴും നനഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഫംഗൽ പോസിബിലിറ്റി കൂടുന്നുണ്ട്. ഫംഗൽ പോസിബിലിറ്റി കൂടിയാൽ അതിലൂടെ മറ്റും മൈക്രോബ്സിനകത്തേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാണ് സ്കിൻ ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് അവർ ബോഡി. അപ്പം സ്കിന്നിന്റെ സ്ട്രക്ചറുകൾ എടുത്തു നോക്കിയാൽ സ്കിന്നിന്റെ പ്രധാനമായിട്ടും 3 പ്രൊട്ടക്റ്റീവ് മെക്കാനിസംസ് ആണ് സ്കിന്നിൽ കാണപ്പെടുന്നത്. ഏറ്റവും പുറമെയായിട്ട് എപ്പിഡെർമിസ് എന്നൊരു ലെയർ ഉണ്ട്. സ്കിന്നിന്റെ ഏറ്റവും പുറമെയായുള്ള ലെയറിന്റെ പേര് എപ്പിഡെർമിസ് എന്നാണ്. എപ്പിഡെർമിസിൽ കെരാറ്റിൻ എന്നൊരു പ്രോട്ടീൻ ഉണ്ട്. എപ്പിഡെർമിസിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് കെരാറ്റിൻ. ഈ കെരാറ്റിൻ ഹാസ് ദ കപ്പാസിറ്റി ടു ഡിസ്ട്രോയ്സ് ദ മൈക്രോ ഓർഗാനിസംസ്. പാത്തജൻസിന്, രോഗാണുക്കളെ തടയാനുള്ള ശേഷിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂട്രിയന്റ് ആണ് കെരാറ്റിൻ, എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന കെരാറ്റിൻ. രണ്ടാമത്തെ സ്കിന്നിന്റെ നെക്സ്റ്റ് ലെവലിൽ നിന്ന് സെബേഷ്യസ് ഗ്ലാൻഡ്സ് ആണ്. സെബേഷ്യസ് ഗ്ലാൻഡ്സ്, സ്വേദ ഗ്രന്ഥികൾ എന്ന് പറയും. സെബേഷ്യസ് ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സേബം, സ്വേദം എന്ന് പറയുന്നത് സേബം ബോഡി ഓയിലിയായി നിലനിൽക്കുന്നതിന് സഹായിക്കും. ഓയിലി ആവുമെന്ന് പറയുമ്പോൾ വാട്ടർ പ്രൂഫിംഗ് ആക്കി നിർത്താൻ സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞാൽ സ്കിന്ന് വാട്ടറി ആണെങ്കിൽ, വെറ്റാണെങ്കിൽ
മൈക്രോബിയൽ പോസിബിലിറ്റി ഇൻക്രീസ് ചെയ്യും, കൂടുക ചെയ്യും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ബോഡി എപ്പോഴും ഡ്രൈ ആയിരിക്കാൻ വേണ്ടി വാട്ടർ പ്രൂഫ് ആക്കി വെക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് സെബേഷ്യസ് ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സേബം. സ്വേദഗ്രന്ഥികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സേബം ബോഡി ഓയിലി ആക്കി നിർത്തുന്നതിന് സഹായിക്കുന്നു. ഇതും എന്താണ്, ഒരു പ്രൊട്ടക്റ്റീവ് മെഷർ ആണെന്ന് പറയാം. മൂന്നാമത്തത് സ്വെറ്റ് ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്വെറ്റ്, വിയർപ്പ് ഗ്രന്ഥികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിയർപ്പ്, അതിലടങ്ങിയിട്ടുള്ള ചില പദാർത്ഥങ്ങൾക്ക് മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പൊ ഇത് മൂന്നുമാണ് സ്കിന്നിൽ അടങ്ങിയിട്ടുള്ള ആന്റി മൈക്രോബിയൽ ഏജൻസ് എന്ന് പറയുന്നത്. സ്കിന്നില്, ത്വക്കില് മൈക്രോബ്സിനെ തടയാൻ, രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള 3 സംവിധാനങ്ങൾ എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന കെരാറ്റിനും സെബേഷ്യസ് ഗ്ലാൻഡ്സ് അഥവാ സ്വേദഗ്രന്ഥികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സേബവും 3 സെപ്റ്റ് ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിയർപ്പുമാണ്. ഈ 3 സംവിധാനങ്ങൾ സ്കിന്നിലൂടെ രോഗാണുക്കൾ അകത്തേക്ക് വരാനുള്ള പോസിബിലിറ്റിയെ മിനിമൈസ് ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ എന്താണ്, മ്യൂക്കസ് മെംബ്രെയിൻ. മ്യൂക്കസ് മെംബ്രെയിൻ പ്രധാനമായും നമ്മുടെ ബോഡിക്ക് ഉള്ളിലാണ് കാണുന്നത്. ബോഡിക്ക് അകത്താണ് മ്യൂക്കസ് മെംബ്രെയിൻ പ്രധാനമായിട്ട് കാണുന്നത്. അവിടെ മ്യൂക്കസ് മെംബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസ് എന്ന ജെല്ലി ആയിട്ടുള്ള ഫ്ലൂയിഡ്, കുറച്ച് കട്ടി കൂടിയ ഫ്ലൂയിഡ്, മൂക്കിനകത്ത് കാണുന്ന ഫ്ലൂയിഡാണ് മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസ് എന്ന് പറയുന്നത്. ദിസ് മ്യൂക്കസ് ആൾസോ ഡിസ്ട്രോയ്സ് ദ മൈക്രോ ഓർഗാനിസം. ആ മ്യൂക്കസിൽ മൈക്രോബ്സ് ട്രാപ്പ് ചെയ്യപ്പെടുക, അങ്ങനെ ട്രാപ്പ് ചെയ്യപ്പെടുകയും അതിൽ കിടന്ന് ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയും ചെയ്യും. അതിന് കൂടാതെ അങ്ങനെ ട്രാപ്പ് ചെയ്യപ്പെട്ട് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്ന മൈക്രോബ്സിനെ സീലിയ, ഈ മ്യൂക്കസ് മെംബ്രെയിനിൽ നിറയെ സീലിയ സെൽസ്, ഈ സീലിയകള് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിരിക്കുന്ന മൈക്രോബ്സിനെ എക്സ്പെൽ ചെയ്യാൻ, പുറന്തള്ളുന്നതിന് സഹായിക്കുകയും ചെയ്യും. വിവിധ ബോഡി പാർട്സിൽ കാണപ്പെടുന്ന മ്യൂക്കസ് മെംബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ മ്യൂക്കയും ഇതിന് സഹായിക്കുന്നുണ്ട്, മൈക്രോ ഓർഗാനിസംസിനെ പൂർണ്ണമായിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നതിന്, നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഇതാണ് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ള. സ്കിന്നിൽ ഒരുപാട് ഉപകാരികളായിട്ടുള്ള മൈക്രോബ്സ് നമ്മൾ 4th ചാപ്റ്റർ പറഞ്ഞ സമയത്ത് പറഞ്ഞായിരുന്നു. ബാക്ടീരിയാസ് എന്ന് പറയുമ്പോൾ ടോട്ടലി എന്തല്ല പാത്തജൻസ് അല്ല, ഭൂരിഭാഗം ബാക്ടീരിയാസും യൂസ്ഫുൾ ബാക്ടീരിയാസ് ആണ്. വളരെ മൈനോറിറ്റി വിഭാഗം മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ യൂസ്ഫുൾ ബാക്ടീരിയാസ് ബോഡിയുടെ വിവിധ ഭാഗങ്ങളായിട്ട് കാണുന്നത്. സ്കിന്നിന്റെ മുകളിൽ ഒരുപാട് യൂസ്ഫുൾ ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ബോഡിക്ക് അകത്തേക്ക് വരാൻ വേണ്ടി വരുന്ന പാത്തോജൻസ് ഈ ബോഡിയുടെ സർഫസിൽ കാണപ്പെടുന്ന എന്തുമായിട്ട്, ഈ പറഞ്ഞ യൂസ്ഫുൾ ബാക്ടീരിയാസുമായിട്ടൊരു മത്സരം നടത്തേണ്ടി വരും. ആ മത്സര സമയത്ത് ഒരു ബഹുഭൂരിപക്ഷം പാത്തോജൻസും ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ യൂസ്ഫുൾ ബാക്ടീരിയാസുമായിട്ടുള്ള ഒരു സ്ട്രഗിൾ, ഒരു മത്സരം നടക്കുന്ന സമയത്ത് ആ മത്സരം ന്യൂട്രിയൻസിന് വേണ്ടിയും ഹാബിറ്റാറ്റിന് വേണ്ടിയും ഒക്കെയാണ്. വാസസ്ഥലത്തിന് വേണ്ടിയും പോഷക പദാർത്ഥങ്ങൾക്ക് വേണ്ടിയും ഈ പറഞ്ഞ ഫോറിൻ മെറ്റീരിയൽസിന്, ഫോറിൻ മൈക്രോബ്സിന് നമ്മുടെ ബാക്ടീരിയാസുമായിട്ട്, ബോഡിയിലുള്ള സർഫസിലുള്ള ബാക്ടീരിയാസുമായിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരു മത്സരം നടക്കുന്ന സമയത്ത്, സമരം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിരവധി ബാക്ടീരിയാസ് നിരവധി മൈക്രോബ്സ് അവിടെ വെച്ച് തന്നെ ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന മൈക്രോബ്സിന്റെ എണ്ണം താരതമ്യേന കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ സെക്രീഷൻസ്, മ്യൂക്കസ് മാത്രമല്ല സെക്രീഷൻസ്, ബോഡിയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതിയിലുള്ള സെക്രീഷൻസ് കാണുന്നുണ്ട്, സ്രവങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം ആ സ്രവങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അവർ മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ കണ്ണൊരു ബോഡിയുടെ ഒരു ഓപ്പണിംഗ് ആണ്. ബോഡിക്കകത്തേക്ക് മൈക്രോബ് വരാനുള്ള ഒരു ഓപ്പണിംഗ് എൻഡാണ് നമ്മുടെ ഐ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്തൂടെ രോഗാണുക്കൾ വരാം. അങ്ങനെ വരുന്ന രോഗാണുക്കൾക്ക് അകത്തേക്ക് കഴിയാതിരിക്കാനുള്ള കാരണം almost all the microbes are destroyed at the eye with the help of tears. ഇപ്പൊ ടിയർ ഒരു ഫ്ലൂയിഡ് ആണ്, ഒരു സ്രവമാണ്. ബോഡി ഫ്ലൂയിഡിന് എക്സാമ്പിൾസ് ആണ്. നമ്മൾ ബോഡി കവറിംഗ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സെക്രീഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സെക്രീഷൻസ് ആണ്, ഒരു സ്രവമാണ്. കണ്ണുനീര് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീര്. അപ്പൊ കണ്ണുനീര് എന്ത് കഴിവുണ്ട്? മൈക്രോബ്സിനെ, പാത്തോജൻസിനെ, രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ലൈസോസൈൻ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു കെമിക്കലാണ് ലൈസോസൈൻ എന്ന് പറയുന്നത്.
ദിസ് ലൈസോസൈം ക്യാൻ ഒരു എൻസൈമാണ്. ആ ലൈസോസൈമിന് രോഗാണുക്കളെ പൂർണ്ണമായിട്ടും ഡിസ്ട്രോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരു ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആണ് ലൈസോസൈം. അപ്പൊ ലൈസോസൈം കണ്ടെയ്ൻ ഇൻ ദ ട്യൂർ ഹെൽപ്സ് ടു ഡിസ്ട്രോയ് ദ മൈക്രോ ഓർഗാനിസംസ് ഓഫ് ദ ഐ. കണ്ണിലൂടെ വരാൻ ശ്രമിക്കുന്ന രോഗാണുക്കളെ ഭൂരിഭാഗവും ടിയേഴ്സിൽ അടങ്ങിയിട്ടുള്ള ലൈസോസൈം ഡിസ്ട്രോയ് ചെയ്യുന്നു. ഒന്നതാണ്. രണ്ട്, ഇയർ, ചെവിയും മറ്റൊരു ഓപ്പണിംഗ് ആണ്, അതിനകത്തേക്ക് വരാം. അപ്പൊ ചെവിയിലൂടെ മൈക്രോബ്സ് വരാനുള്ള പോസിബിലിറ്റിയെ തടയുന്നത് ഇയർ വാക്സ്. നമ്മൾ ആ ചാപ്റ്റർ പറഞ്ഞ സമയത്ത് പറയുന്നുണ്ട്. കർണമെഴുകിന് ഇയർ വാക്സിന് ആന്റി ബാക്ടീരിയൽ കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ആ കർണമെഴുകും രോഗാണുക്കളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ചെവിയിലൂടെ വരാനുള്ള രോഗാണുക്കളുടെ സാധ്യതയെയും ഒരു പരിധി വരെ അവിടെ തടയാൻ സാധിക്കുന്നു. മറ്റൊന്ന് ത്രൂ ദ ഫുഡാണ്. ഫുഡിലൂടെ വരുമ്പോഴും ഉള്ള ഒരു പ്രിവെന്റീവ് മെക്കാനിസം എന്ന് പറയുന്നത് സലൈവയിൽ അടങ്ങിയിട്ടുള്ള സലൈവൽ ലൈസോസൈം ഉണ്ട്. ആ ലൈസോസൈം ഏറെക്കുറെ വായിൽ വെച്ച് മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ, ന്യൂട്രലൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇറങ്ങിപ്പോകുന്ന സമയത്ത് നമ്മൾ ട്രക്കി ആയാലും മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്. ആ മ്യൂക്കസ് മെംബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസും മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സ്റ്റൊമക്കിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡും മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ട്രാക്കിലൊക്കെ കാണപ്പെടുന്ന വിവിധ രീതിയിലുള്ള സെക്രീഷൻസ് മൈക്രോബ്സിനെ, രോഗാണുക്കളെ തടയുന്നതിന് സഹായിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതിയിലുള്ള സെക്രീഷൻസ്, സ്രവങ്ങൾ കാണുന്നുണ്ട്. ഈ സ്രവങ്ങൾ ബോഡിക്കകത്തേക്ക് രോഗാണുക്കൾ വരാനുള്ള പോസിബിലിറ്റിയെ മിനിമൈസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നതാണ്. ഇതാണ് നമ്മൾ ഒന്നാമത്തെ കാറ്റഗറി പറയാനുള്ളത്. ബോഡി കവറിംഗ് ആൻഡ് ബോഡി സെക്രീഷൻസ് എന്ന് പറയുന്നത്. ബോഡി കവറിംഗ് എന്തൊക്കെയായിരുന്നു? സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. സെക്രീഷൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് മ്യൂക്കസ് തന്നെയാണ്, മ്യൂക്കസ് മെംബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസ് ആണ്. മറ്റൊന്ന് ടിയേഴ്സ് ആണ്, ഇയർ വാക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഇതൊക്കെ മൈക്രോബ്സിന് ബോഡിക്കകത്തേക്ക് വരാനുള്ള പോസിബിലിറ്റിയെ മിനിമൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഏജൻസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. ഈ ചാപ്റ്റർ ഈ എപ്പിസോഡ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ രണ്ടാമത്തെ പോർഷനുമായിട്ട്, അതായത് എന്തൊക്കെയായിരുന്നു, ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ് ആൻഡ് ലിംഫ്, ഇതുമായിട്ട് വരാം. കണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ. താങ്ക് യു.